ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭംഗിയുള്ള സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താം. സ്ഫടികം, ഫാൻറ്റം, കന്മദം, ഉടയോൻ തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ പാറമട നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞങ്ങളുടെ നാട്ടിലുമുണ്ട് ഇതുപോലെ ഭംഗിയുള്ള പാറമട. അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലാണ് ഇത്തരത്തിൽ ഒരു പാറമട ഉള്ളത്. ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇതൊക്കെ ഒരു അത്ഭുതം തന്നെ ആയിരിക്കും. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വളരെയധികം ഉത്സാഹത്തിലായിരുന്നു ഞങ്ങൾ. കടമ്പനാട് പഞ്ചായത്തിൻ്റെ മകളും ചൂരക്കോടിൻ്റെ മരുമകളുമായ എനിക്ക് ഈ രണ്ട് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലുള്ള ഈ സ്ഥലം ഇത്രയും അടുത്തായിട്ടും അധികമൊന്നും പോകാൻ സാധിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി പറയുമ്പോഴും ഇങ്ങനെ ഒരു മനോഹരമായ സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. വളരെ അത്ഭുതമായിരുന്നു അവർക്ക്. ഇവിടെ വരെ മാത്രമേ വാഹനം കടന്നു പോകാൻ സാധിക്കൂ. ഇതാണ് ഞങ്ങളുടെ പാറമട. കന്നിമല എന്നാണ് ഈ പാറമടയുടെ പേര്. കന്നിമല എന്ന പേര് വന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എൻ്റെ അമ്മയും അമ്മൂമ്മയും കുറച്ച് നാട്ടുകാരും ഒക്കെ പറഞ്ഞു തന്ന് കേട്ടിട്ടുള്ള കഥയാണ്. പണ്ട് പഞ്ചപാണ്ഡവന്മാർ ഒളിച്ച് താമസിച്ചിരുന്ന കാലത്ത് ഇവിടെ വന്ന് താമസിച്ചിരുന്നു. പിന്നീട് അവരവിടെ കഞ്ഞി വെച്ചിരുന്നു. ആ കഞ്ഞി വെച്ചിരുന്ന മല കന്നിമല എന്ന് അറിയപ്പെട്ടു. ആ കന്നിമല പിന്നീട് കന്നിമലയായി രൂപാന്തരപ്പെട്ടു. പക്ഷേ ഇത് എനിക്ക് നാട്ടുകാരും അമ്മയും അമ്മൂമ്മയും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ്. സത്യമാണോ എന്നെനിക്കറിയില്ല. ഇതല്ല കഥയെങ്കിൽ ഇത് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളവിടെ എത്തിയ സമയം ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്ഥലം കാണാനും ചൂണ്ടയിടാനും മറ്റുമായിട്ട് കുറേ അധികം ആൾക്കാരവിടെ വന്നിരുന്നു. ഇതുപോലെയുള്ള സ്ഥലം അധികം ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ആരും വരാത്തതെന്ന് തോന്നുന്നു. കുറച്ചധികം ഫോട്ടോസ് എടുത്തിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. കുട്ടികളെയും കൊണ്ട് വരുന്നവർ വളരെയധികം സൂക്ഷിക്കണം. കാരണം വളരെയധികം അപകടം പിടിച്ച സ്ഥലം കൂടിയാണിത്. ഒരേപോലെയുള്ള ഒന്നിൽ കൂടുതൽ പാറമടകൾ ഇവിടെയുണ്ട്. കുറച്ച് ദൂരെ നിന്ന് അവയുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പണ്ടൊരു കാലത്ത് ഇവിടെ വളരെയധികം പാറ പൊട്ടിക്കലുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുനാളിൽ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്, വലിയ പാറയും കൊണ്ടൊക്കെ. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് അവിടെ പാറ പൊട്ടിക്കുന്നത് നിർത്തി. കാരണം സമീപ പ്രദേശവാസികൾക്ക് അത് ഭീഷണിയായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ നാട്ടിലെ മറ്റൊരു വിശേഷവുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.